ഇതിന്റെ പേരിൽ അവനെ വേദനിപ്പിക്കരുതെന്നൊരു അപേക്ഷ ലച്ചുവിനെ സ്നേഹിക്കുന്ന ഈ നാട്ടുകാർക്ക് വേണ്ടി ഞാൻ നിങ്ങളുടെ മുമ്പിൽ വയ്ക്കുകയാണ്. കല്യാണം കഴിഞ്ഞതിന് ശേഷം അവന്റെ കൂടെ അവൾ ഈ നാട്ടിൽ വന്നിട്ടുണ്ടോ? എത്രയോ തവണ. ലച്ചുവിന്റെ മുത്തശ്ശിയുടെ മാസബലിക്കും അവർ വന്നു. ഞാനല്ലേ അവർക്ക് സദ്യ വിളമ്പി കൊടുത്തത്. അന്ന് കുറെ കഴിഞ്ഞിട്ടാ അവർ ഇവിടെ നിന്ന് മടങ്ങിപ്പോയത്. പിന്നെ അടുത്തിടെ സഞ്ജു ഇവിടെ വന്നിരുന്നു. അവരുടെ വിവാഹ ആൽബം വാങ്ങാൻ സ്റ്റുഡിയോയിൽ വന്നു. അതെന്റെ കയ്യിലുണ്ടായിരുന്നു. ഞാനത് ലച്ചുവിന് കൊറിയർ ചെയ്ത് കൊടുക്കുകയും ചെയ്തു. മംഗലശ്ശേരി എന്നോ മറ്റോ ആണ് വീട്ടുപേര്. എന്തിനേറെ പറയുന്നു, നാണോ മാനോ ഇല്ലാതെ ആനന്ദവല്ലിയും മരുമോളും അവരുടെ വീട്ടിൽ പോയി കുറച്ചു ദിവസം പുറത്തു. എന്തോ നല്ല കാശ് തടഞ്ഞിട്ടുണ്ട്. അതും കൊണ്ട് അവർ ഈ നാട് വിട്ടു പോയത്. ചന്ദ്രൻപിള്ള കമ്മിറ്റി ഓഫീസ് തിരക്കുന്നുണ്ട്. താൻ ചെല്ല്. ശരി, ഞാനങ്ങോട്ട് ചെല്ലട്ടെ. അന്നദാനം കഴിഞ്ഞിട്ട് പോയാൽ മതി. കമ്മിറ്റി ഓഫീസിലിരിക്കാം. ശരി. അപ്പോ ആരോ വന്നല്ലോ. ഞാൻ പോയി നോക്കിട്ട് വരാച്ച. ഇതാരാ? ആഹാ, എല്ലാരും ഉണ്ടല്ലോ. എനിക്ക് അകത്തേക്ക് വരാവോ? അതെന്തൊരു ചോദ്യമാ. നിനക്ക് ഇവിടെ വരാനായി പെർമിഷൻ വേണോ? വാ വാ. അല്ല, സഞ്ജന ഇന്ന് പോകും നാളെ പോകും എന്നൊക്കെ പറയുന്നുണ്ടെങ്കിലും നാട്ടിൽ തന്നെ ഉണ്ടല്ലോ. ഇത്രയും ദിവസം ഇവിടെ നിൽക്കാൻ വീട്ടുകാർ സമ്മതിക്കോ കുട്ടി? ഞാൻ ഈ നാട്ടിൽ നിന്ന് പോണോന്നല്ലേ അമ്മയുടെ ആഗ്രഹം. കുറച്ചു ദിവസം കൂടി ഞാൻ ഇവിടുത്തെ ശുദ്ധമായി ശ്വസിച്ചൊന്ന് ജീവിച്ചോട്ടെ അമ്മ. ഞാൻ വേറൊന്നും ഉദ്ദേശിച്ചു പറഞ്ഞതല്ല മോളെ. സഞ്ജനയ്ക്ക് ഇവിടെ നിൽക്കേണ്ട വല്ല കാര്യമുണ്ടോ? ബിസിനസ്സിൽ മമ്മിയെ ഹെൽപ്പ് ചെയ്യേണ്ട സമയമൊക്കെ ആയി. ആഗ്നേയ ഗ്രൂപ്പ് എന്ന് പറഞ്ഞ ഇവിടെ അറിയാത്ത ആരാ ഉള്ളത്? നമ്മുടെ കമ്പനിയുടെ 10 ഇരട്ടി ആസ്തിയാ ആഗ്നേയ ഗ്രൂപ്പിന്. ദേ, അതിന്റെ ഏക അവകാശിയാ കയറി വരട്ടെ എന്ന് പെർമിഷൻ ചോദിക്കുന്നത്. സഞ്ജനയ്ക്ക് എന്താ കുടിക്കാൻ വേണ്ടത്? എനിക്കിപ്പോ ഒന്നും വേണ്ട. നിങ്ങളെ എല്ലാം ഒന്നിച്ചിങ്ങനെ കാണുന്നത് തന്നെ സന്തോഷമുള്ള കാര്യ. ഞാൻ മുത്തശ്ശിയുടെ അടുത്ത് കുറച്ചു നേരം ഒന്നിരുന്നോട്ടെ. അതിനെന്താ, വാ ഇവിടെ വന്നിരിക്കെ. കുട്ടി, കുട്ടിയുടെ അമ്മയുടെ പേരെന്താ? നന്ദന വർമ്മ. നാട്ടിലെവിടെയാ മോളെ നിങ്ങളുടെ ശരിക്കുമുള്ള സ്ഥലം? ഞാൻ ജനിച്ചതും വളർന്നതും ഒക്കെ മുംബൈയിലാ. ഓ. ഡാഡിയുടെ സ്ഥലം പാലക്കാടാണെന്ന് പറഞ്ഞു കേട്ടിട്ടുണ്ട്. മമ്മിയുടെ സ്ഥലം കൃത്യമായിട്ട് എനിക്ക് അറിയില്ല. നമ്മുടെ ഷെയർ വാങ്ങാനല്ലേ സഞ്ജന ഇവിടെ വന്നത്? പഠിക്കുന്ന കാലത്ത് ശ്രീകുട്ടി ഫ്രണ്ട്സിനെ കുറിച്ച് പറയാറുണ്ട്. സഞ്ജന എന്ന പേര് ഞാൻ കേട്ടതായിട്ട് ഓർക്കുന്നില്ല. അത് എന്റെ കുറ്റാണ് ആന്റി. എനിക്ക് എല്ലാരെയും ഇഷ്ടം. എന്നെ ആരെ സ്നേഹിച്ചില്ലേലും ഞാൻ എല്ലാരെയും സ്നേഹിക്കും. കമ്പനിയുടെ ചാരിറ്റി പ്രവർത്തനങ്ങളൊക്കെ നോക്കുന്നത് ഞാനാ. നമ്മളെ ഇഷ്ടപ്പെടാത്തവരുണ്ടെങ്കിൽ ഒരു കാലത്ത് അവര് നമ്മളെ തിരിച്ച് സ്നേഹിക്കുക തന്നെ ചെയ്യും. നമ്മൾ എത്ര കൊടുത്താലും തിരികെ കിട്ടാൻ വൈകി പോകുന്നത് സ്നേഹം മാത്രം. ആഹാ, മോള് കാണുന്നത് പോലെയൊന്നും അല്ലല്ലോ. എനിക്ക് നിന്നെ ഇഷ്ടായി. നീ അതങ്ങ് സമ്മതിച്ചല്ലോ. ചേച്ചി, ആ സഞ്ജന വന്നിട്ടുണ്ട്.
എന്നിട്ട് അവളെവിടെ? മുത്തശ്ശി അടുത്ത് പിടിച്ചിരുത്തി സംസാരിക്കാം. ചേച്ചി ഉറങ്ങുന്നതായിട്ട് ഭാവിച്ചോ? അവള് വന്നിട്ട് പോട്ടെ. ചേച്ചി ഒരു മണ്ടിയായി പോവരുത്. സഞ്ജന നല്ല മനസ്സോടെയാണ് വരുന്നതെങ്കിൽ എനിക്ക് സന്തോഷം മാത്രമേ ഉണ്ടാവൂ. പക്ഷേ അവള് വരുന്നത് ചേച്ചിയെ മാനസികമായി കൂടുതൽ തളർത്താനാ. ഇനി ഒന്നിനും കഴിയില്ല എന്നുള്ള തോന്നൽ അപ്പ ചേച്ചിക്കുണ്ടാവും. പിന്നെ ആവശ്യമില്ലാത്ത കുറെ ചിന്തകള് ചിന്തിച്ചു കൂട്ടുകയും ചെയ്യും. സഞ്ജുവിനെ കൊണ്ട് സത്യം ചെയ്യിപ്പിച്ച കാര്യമല്ലേ നീ പറയുന്നത്? ഞാൻ കഴിക്കുന്ന വീര്യമുള്ള മരുന്നുകളാ പല വിധത്തിലുള്ള ചിന്തകൾ മനസ്സിലുണ്ടാക്കുന്നതും ചില നേരങ്ങളിൽ എന്നെ കൊണ്ട് ഓരോന്ന് പറയിപ്പിക്കുന്നതും. നിന്നെ സഞ്ജുവിനെ ഞാൻ തെറ്റിദ്ധരിച്ചത് പോലും മരുന്നുകളുടെ റിയാക്ഷനാ. അദ്ദേഹം ഇപ്പൊ വിഷമം പറയാൻ വന്നാ ഞാൻ ആ വഴിയിൽ പോലും നിൽക്കില്ല. എന്റെ ദൈവമേ, എനിക്കത് ഓർക്കാൻ കൂടി വയ്യ. നീ ഇവിടെ ഇരിക്കെ. എത്ര വട്ടം നിന്നോട് ഞാൻ സോറി പറയണം? ചേച്ചി, സഞ്ജന വന്നല്ലോ. എന്തൊക്കെയുണ്ട് സഞ്ജന വിശേഷങ്ങള്? സഞ്ജനയ്ക്ക് മടങ്ങി പോകാനുള്ള സമയമൊന്നും ആയില്ലേ? ഇനിയിപ്പോ ന്യൂ ഇയർ ഒക്കെ കഴിഞ്ഞിട്ടേ പോകുന്നുള്ളൂ എന്ന് സഞ്ജന മുത്തശ്ശിയോട് പറയുന്നത് കേട്ടു. ആണോ സഞ്ജന? ന്യൂ ഇയറിന് ശേഷവും ഞാൻ ഇവിടെ തന്നെ ഉണ്ടാവും. നിനക്കിപ്പോ എങ്ങനെയുണ്ട്? എനിക്കെന്ത് മാറ്റം വരാനാ? ഇത് തന്നെ അവസ്ഥ. എങ്കിൽ പിന്നെ അതുമായിട്ട് പൊരുത്തപ്പെട്ടു പോവല്ലേ വേണ്ടത്. ചേച്ചിക്ക് അതിനുള്ള ആത്മവിശ്വാസമൊക്കെ ഉണ്ട്. അല്ലെങ്കിൽ വിവാഹത്തിന് ഓക്കെ ആണെന്ന് പറയോ? വിവാഹോ? അതെങ്ങനെ നടക്കും? വിവാഹം നടക്കുന്നത് എങ്ങനെയാന്ന് സഞ്ജനയ്ക്ക് അറിയില്ലേ? വീൽ ചെയറിലിരുന്നുള്ള വിവാഹം വേണ്ടെന്ന് ഞാൻ പറഞ്ഞതാ. സഞ്ജുന് എന്റെ പ്രയാസം അറിയില്ലല്ലോ. നീ സത്യമാണോ പറയുന്നത്? അതെന്താ നീ അങ്ങനെ ചോദിച്ചേ? ഞങ്ങളുടെ വിവാഹ നിശ്ചയം ഓൾറെഡി കഴിഞ്ഞതല്ലേ. സഞ്ജന കരുതുന്നത് ബെഡിലും വീൽ ചെയറിലും കഴിയുന്ന ചേച്ചി എങ്ങനെ വിവാഹത്തിന് തയ്യാറാവുന്ന. പക്ഷേ സ്നേഹിച്ചവർക്ക് എന്തൊക്കെ പ്രതിസന്ധികൾ വന്നാലും വേർപിരിയാൻ കഴിയോ? ക്ഷേത്രത്തിൽ വെച്ചൊരു താലി കെട്ടിയാലും വിവാഹമല്ലേ? ഞാൻ ആദ്യം കരുതിയത് സഞ്ജുവായിട്ട് അകലാന്ന. പക്ഷെ സഞ്ജുവിന് അതിന് കഴിയില്ലെന്ന് എനിക്ക് മനസ്സിലായി. അങ്ങനെ കുറെ സീനൊക്കെ ഉണ്ടായി. നിന്റെ അവസ്ഥ എനിക്കാണ് വന്നതെങ്കിൽ നീ എന്നെ ഉപേക്ഷിച്ചു പോവെന്ന് സഞ്ജു എന്നോട് ചോദിച്ചു. എന്റെ ശരീരത്തെ അല്ല, മനസ്സിനെ ഞാൻ സ്നേഹിച്ചതെന്ന് പറയാൻ ഒരു പുരുഷനുണ്ടെങ്കിൽ ജീവിക്കാൻ വേറെ എന്ത് വേണം? എനിക്കൊന്നും നഷ്ടമായിട്ടില്ലെന്നല്ലേ കരുതാൻ? ശരിയല്ലേ സഞ്ജന? ശരിയാണ്. അമ്മു, സഞ്ജനയ്ക്കൊരു ചായ കൊടുക്ക്. ചിരിച്ചും കളിച്ചും കുറെ നേരമായിട്ട് തുടങ്ങിയിരിപ്പാ. ഇനി എനിക്കൊന്ന് കിടക്കണം. നല്ല ഉറക്കമെന്ന് തുടങ്ങി. ചേച്ചി കുറെ നേരം കിടന്നോ? സഞ്ജനയുടെ കാര്യം ഞാൻ ശ്രദ്ധിച്ചോളാം. ചേച്ചി ആരും ബുദ്ധിമുട്ടിക്കാൻ വരില്ല. അവള് പോയോ? ഇപ്പൊ പോയെങ്കിലും അവൾ ഇനിയും ലോഹ്യം കൂടാൻ വരും. ചേച്ചി ഒട്ടും അഴിഞ്ഞു കൊടുക്കരുത്. അതിന് എന്റെ കൂടെ നീയില്ലേ?
പിടി. ഒന്ന് വന്ന് സഹായിക്കണ്ട അമ്മു. ഓ അതെ, പുറത്തൊന്നുമില്ലേ? അവിടെയല്ലേ രാത്രിയിലെ പരിപാടി. സഞ്ജു എത്തുമ്പോഴേക്കും ഒരുക്കങ്ങളെല്ലാം തീർക്കണം. ശ്രീകുട്ടി, നിന്നെ പ്രഭ വിളിച്ചോ? അമ്മേ, അച്ഛന് ഫോൺ വിളിച്ചിട്ട് എടുക്കുന്നില്ല. റിങ് ചെയ്യുന്നുണ്ടോ? ആ, റിങ്ങുണ്ട്. ആ റിങ്ങുണ്ടെങ്കിൽ പ്രഭ ഇങ്ങോട്ടുള്ള യാത്രയിലാവും. സാധാരണ അവിടെ റേഞ്ച് കിട്ടുന്ന സ്ഥലം അല്ല, അല്ലേ അമ്മു? അത് എല്ലായിടത്തും റേഞ്ച് കിട്ടില്ല എന്നേ ഉള്ളൂ. പ്രഭേട്ടൻ അവിടെ പോയിട്ട് നിങ്ങൾ ആരെയും വിളിച്ചില്ലേ? ഇല്ല. ഒരു തവണ ഞാൻ വിളിച്ചപ്പോ ക്ഷേത്രത്തിലാണെന്നും പറഞ്ഞു കട്ട് ചെയ്തു പ്രഭ. പ്രഭ വന്നോണ്ടിരിക്കുകയായിരിക്കും. വെറുതെ ടെൻഷൻ അടിക്കേണ്ട കാഞ്ചനെ. ഞാൻ വിളിച്ച അച്ഛൻ ഫോൺ എടുക്കേണ്ടതാ. എന്നോട് പറയാതെ അച്ഛൻ പോയത്. ഇനി അച്ഛൻ മറ്റെവിടെങ്കിലും ആണോ പോയെന്ന് എനിക്ക് സംശയമുണ്ട്. അമ്മയോട് വെറുതെ പറഞ്ഞതാവും. ഞാൻ വിളിച്ചപ്പോ ക്ഷേത്രത്തിൽ തന്നെയായിരുന്നു. അത് എനിക്ക് മനസ്സിലായി. അമ്മുവിന്റെ ഭർത്താവിനെ പറ്റി അന്വേഷിക്കാനാ സത്യത്തിൽ പ്രഭേട്ടൻ പോയിരിക്കുന്നെ. പ്രഭേട്ടനെ ഞെട്ടിച്ച വല്ല വിവരങ്ങളും കിട്ടിയതായിക്കൂടെ? ഓ, കവിത ഇപ്പോഴും അത് വിട്ടിട്ടില്ലല്ലേ? ഏതിനെ പറ്റിയാണെന്ന് ദിനേശനൊന്ന് പറ, എല്ലാവരും കേക്കട്ടെ. അമ്മൂനെ ഉന്നം വെച്ച് കവിത എന്ത് വില കുറഞ്ഞ ആരോപണങ്ങൾ കൊണ്ടുവന്നാലും ഞാൻ തിരിച്ചടിച്ചിരിക്കും. അതിന്റെ ദോഷം കവിതയ്ക്ക് മാത്രമായിരിക്കും. നിന്നോട് സംസാരിക്കാൻ വന്നത് എന്റെ തെറ്റാ. അമ്മുവിന്റെ ഭർത്താവിനെ കണ്ടുപിടിക്കേണ്ട എന്ത് കാര്യമാ പ്രഭയ്ക്കുള്ളത്? പ്രഭയ്ക്കൊരു വിലയില്ലേ? അച്ഛൻ അതിനാ പോയതെങ്കിൽ എനിക്ക് വേണ്ടി തന്നെയാ. അമ്മുതാ നിൽക്കുന്നു. ശ്രീകുട്ടി ലക്ഷക്കണക്കിന് രൂപ പല തട്ടിപ്പുകാർക്കും കൊടുത്ത് അമ്മുവിന്റെ ഭർത്താവിനെ കണ്ടുപിടിക്കാൻ നടക്കുന്നു. പ്രഭേട്ടനും കിലോമീറ്ററുകൾ താണ്ടി കാർ ഓടിച്ചു പോയിരിക്കുന്നു. എന്തിനാ ഇതിന്റെയൊക്കെ ആവശ്യം? ഇവളെ കൊണ്ട് പറയിപ്പിക്കാൻ ഇവിടെ ആരുമില്ലേ? അതോ ഇവൾക്ക് നാവില്ലേ? ഇവൾ പറയില്ല എന്ന നിലപാടിലാണെങ്കിൽ എന്ത് വിശ്വാസത്തിലാ ഇവളെ ഇവിടെ വെച്ച് പൊറപ്പിക്കുന്നേ? ഒന്നാന്തരം തട്ടിപ്പുകാരിയും കള്ളിയും അല്ലേ ഇവൾ? അമ്മുനെ കള്ളി എന്ന് പറഞ്ഞ് കവിത ആക്ഷേപിക്കരുത്. ഇവിടെ ആ പയ്യൻ രക്ഷിക്കാൻ മാത്രം ചെയ്തെന്ന് എല്ലാവർക്കും അറിയാം. അവൻ വേറൊരു പെൺകുട്ടിക്കൊപ്പം ജീവിക്കുന്നുണ്ടെന്നാ അമ്മു പറഞ്ഞത്. അവനെ വേദനിപ്പിക്കാതിരിക്കാനാ അമ്മു ശ്രമിക്കുന്നത്. നല്ലൊരു മനസ്സുണ്ടായിട്ടല്ലേ ഇവളത് ഉള്ളിൽ തന്നെ വയ്ക്കുന്നത്. അമ്മുവിന്റെ കല്യാണം നടത്തിയത് നമ്മളല്ല. നമുക്കത്തരം കാര്യങ്ങളിൽ ഒരു ബന്ധവുമില്ല. ഒരു കണക്കിനെ ഇവിടെയാ ഇവിടെയുള്ളവർ വേട്ടയാടുന്നത്. അമ്മുവിന് ഇഷ്ടമില്ലാത്തതിന്റെ പിറകെ പോകേണ്ട കാര്യമില്ല. അച്ഛൻ പറഞ്ഞത് തന്നെ സത്യം. അവന്റെ കൂടെ ജീവിക്കാൻ അമ്മു തയ്യാറാവാത്ത കാലത്തോളം ഈ അന്വേഷണം നിങ്ങളൊന്ന് നിർത്ത്. നിനക്കെന്താ കാവേരി ഇതിൽ ഇത്ര വലിയ ഉത്കണ്ഠ? അമ്മുവിന്റെ സങ്കടം കാണാൻ കഴിയാഞ്ഞിട്ട് തന്നെയാ. ഇങ്ങനെയുണ്ടോ മനുഷ്യന്മാര്? അമ്മു, ഇവരുടെ ഈ വിചാരണയ്ക്കൊന്നും നീ കൂട്ടു നിൽക്കണ്ട. നീ പോയേ. ശ്രീകുട്ടി കരുതുന്നത് അമ്മുന്റെ ഭർത്താവിനെ കണ്ടുപിടിച്ച അമ്മുന് ഡിവോഴ്സ് കിട്ടുമെന്നല്ലേ? ഞാൻ അവൾക്ക് ഡിവോഴ്സ് വാങ്ങിക്കൊടുക്കും. അമ്മുനെ എനിക്ക് നന്നായിട്ട് അറിയാം. ഡിവോഴ്സ് പെറ്റീഷനിൽ അവള് സൈൻ ചെയ്യാൻ വന്നിട്ട് വേണ്ടേ? എന്നോട് അമ്മു പറഞ്ഞതാ അത്. അവന്റെ മുന്നിൽ പോലും പോവില്ലെന്ന് പറഞ്ഞവളാ കോടതി കയറി ഇറങ്ങുന്നത്. ദയവായി നിങ്ങൾ ഈ നാടകം ഒന്ന് നിർത്ത്. എനിക്ക് പറയാനുള്ളതും അത് തന്നെയാ. ആ പെണ്ണിന് വല്ല ജോലി വാങ്ങിക്കൊടുത്ത് ഈ വീട്ടിൽ നിന്ന് മാറ്റി താമസിപ്പിക്കാൻ നോക്ക്. എനിക്ക് പിറക്കാതെ പോയ മകളാണെന്ന് സെന്റിമെന്റ്സ് പറഞ്ഞിട്ടൊന്നും കാര്യമില്ല.
അവളെ ഇവിടെ നിർത്തിക്കൊണ്ടു പോകുന്നത് ഈ കുടുംബത്തിന് ദോഷമായിട്ട് മാറും. അതിലെന്താ വലിയ ചിക്കിത്ര സംശയം? ഇനി ഒരു കാര്യം കൂടി ഞാൻ പറയാം. നിങ്ങൾക്കാർക്കും അറിയാത്ത പല കാര്യങ്ങളും ഇവിടെയുള്ള 3 പേർക്കറിയാം. ഈ വീട്ടിലൊരു ഗ്രൂപ്പ് സ്വന്തമായി ഉണ്ടാക്കിയിട്ടാ അമ്മു എന്ന ലക്ഷ്മി ഇവിടെ ചുവടുറപ്പിച്ചു നിൽക്കുന്നത്. എന്തായാലും കവിതയുടെ വാക്ക് വെറും വാക്കാവില്ല. എവിടേക്കാ ഈ സംസാരിച്ചു നിന്നത്? പ്രഭ വരട്ടെ. ഈ അന്വേഷണം എനിക്ക് ഇന്ന് അവസാനിപ്പിക്കണം. കവിത ഒരു സൈക്കോളജിസ്റ്റിനെ കാണിക്കേണ്ട സമയം ഓൾറെഡി കഴിഞ്ഞു. ഓഫീസിന് ഇതൊക്കെ തന്നെ കാണിച്ചു കൂട്ടുന്നത്. സഞ്ജുവിനോടാണെങ്കിലോ മുഖത്തടിച്ച പോലത്തെ ഒരു പെരുമാറ്റമാ. പ്രായം കൂടി വരുമ്പോ ഫ്രസ്ട്രേഷൻ പുറത്തിയാടി വരുക. ദിനേശ് ഏട്ടനൊന്ന് നാവടക്കുന്നുണ്ടോ? പറഞ്ഞു പറഞ്ഞു അതിന് കടക്കുക. ആർക്കാടി ഇതൊക്കെ അറിയാത്തത്? രാജു, നീ വാടാ, ബാക്കി പണി വീടിന് പുറത്താ. എന്റെ ദേവി, അച്ഛന്റെ കാതല് എനിക്ക് അദ്ദേഹത്തിന് ദോഷാവുന്ന ഒന്നും ആരും എത്തിച്ചു കൊടുക്കല്ലേ. പൂജകൾ നടത്തിയ സമാധാനത്തോടെ അച്ഛൻ മടങ്ങി വരണേ. അച്ഛനറിഞ്ഞു, എല്ലാം അച്ഛനറിഞ്ഞു. അമ്മു, നീ എന്തിനാ കരയുന്നേ? അച്ഛനാ സത്യം അറിഞ്ഞു രാജുവേട്ടാ. അത് നീ എങ്ങനെ അറിഞ്ഞു? ദേവി എനിക്ക് സത്യം കാണിച്ചു തന്നു. കത്തിക്കൊണ്ടിരുന്ന തിരുനാളം കെട്ടുപോയത് അനർത്ഥം സംഭവിക്കാൻ പോകുന്നല്ലേ. ദേവി തന്ന സൂചനയാ. തിരി അണഞ്ഞു പോയെന്ന് കരുതി നീ ഓരോന്ന് ചിന്തിച്ചു കൂട്ടാതിരിക്കേ. പ്രഭയങ്ങൾ നിന്നെ പറ്റിയല്ല അന്വേഷിക്കാൻ പോയതെന്ന് വ്യക്തമായതല്ലേ. എന്തിനാ രാജുവേട്ടാ വെറുതെ എന്നെ ആശ്വസിപ്പിക്കാൻ ശ്രമിക്കുന്നേ? അച്ഛൻ പൂജ നടത്താൻ മാത്രം പോയതെങ്കിൽ എന്നോടത് പറയില്ലേ? എന്നെ കൂട്ടിന് വിളിക്കില്ലേ? ആരോടും പറയാതെ ഒറ്റയ്ക്ക് പോവായിരുന്നോ? അവിടെ ചെന്ന് ആരോട് ചോദിച്ചാലും എന്റെ കല്യാണക്കാരെ അവര് പറയും. താലി കെട്ടിയ ആളിന്റെ പേരും അവര് പറയും. സഞ്ജയ് കേട്ട് സംശയം തോന്നിയ അച്ഛൻ ഫോണിലൂടെ അദ്ദേഹത്തിന്റെ ഫോട്ടോ കാണിക്കില്ലേ? ഇത്രയും കാലം ദേവി എന്നെ കാത്തു. ഇനി ദേവിയിൽ നിന്നും ഒരു കാരുണ്യം എനിക്കുണ്ടാവില്ല. ഞാനിവിടുന്ന് പോവേണ്ട സമയം കഴിഞ്ഞു. പോവാത്തത് എന്റെ തെറ്റ്. ജീവൻ ഒടുക്കല്ലാതെ ഇനി ഒരു വഴി എന്റെ മുന്നിലില്ല. ചേച്ചിയുടെ മുന്നിൽ ചെന്ന് നിൽക്കാൻ ഇനി ഞാൻ ഉണ്ടാവില്ല.
നിക്കേ. എന്താ മല്ലികെ, ഇവക്ക് എന്താ പറ്റിയത്? അത് പിന്നെ ഇവള് സ്വാതിയെ കാണാൻ പോയിട്ട് മനസ്സ് വിഷമിച്ചാ വന്നത്. കാരണമൊന്നും എന്നോട് പറഞ്ഞില്ല. മംഗലശ്ശേരിക്കാരുടെ ശരിക്കുള്ള മുഖം ഇവക്ക് അറിയില്ലല്ലോ. ചിരിയുടെയും ചതിയുടെയും ഇരുമുഖങ്ങളുള്ള കള്ള നാണയങ്ങളാ അവിടെ ഉള്ള ഓരോ മനുഷ്യരൊന്ന് എന്റെ മോൾ അറിയാനിരിക്കുന്നതേ ഉള്ളൂ.